പകര അഹ്സനി, അദ്ദേഹം AP സുന്നിയുടെ കേന്ദ്ര മുഷാവറയിൽ വരെ വലിയ സ്ഥാനം വഹിച്ചിരുന്ന അവരുടെ ഏറ്റവും വലിയ മഹലായ ചാലിയ മഹലിലെ വർഷങ്ങളായ കാലിയും അവിടുത്തെ മുദരിസുമെല്ലാമായ ഒരു മനുഷ്യരാണ്. അവർ ആഷിഖ് റസൂൽ എന്ന് പറഞ്ഞ പ്രത്യേകമായ അവാർഡും ഒക്കെ കൊടുത്ത് അംഗീകരിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമൊക്കെ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് വളരെ രൂക്ഷമായ ശൈലിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നതൊക്കെ ഇപ്പം ചില സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രസംഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഗം. ചെല്ലുമ്പോൾ ചില മഹാന്മാരെ ചില ശൈത്താൻ മഹാൻ അവന് പരിപാടി ആദ്യം ക്ലാസ് എടുക്കാം. എല്ലാവരും കുത്തുബിയത്തിന് ചിലപ്പോൾ അവിടുത്തെ വലിയ ആളാണേക്കാരം അവന്റെ ക്ലാസ് എന്താണ്, എല്ലാവരും കുത്തുബിയത്തിനെ മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൻ പോകണം. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരും. കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങേണ്ടത്. പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. അതാണ് ഈ പറയുന്നത്. ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല. ഭാര്യ അള്ളാഹുടെ കഴിവോടല്ല സ്വന്തം ചെയ്യോ. ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ എനിക്ക് സുഖം എന്തെങ്കിലും മരുന്നില്ല, രോഗം മാറ്റി തരുന്ന അറിയുമ്പോന്നില്ല. അള്ളാഹുവിന്റെ കഴിവില്ല, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഞാൻ വാങ്ങൂടി ഇന്ത്യക്ക് കയറ്റാറ്. അങ്ങനെ ഒരു പിടിയെ പോയിട്ട് അള്ളാഹുവിന്റെ കൈ കൊണ്ട് ചായ കണ്ട് കാട്ടിക്കാം, അള്ളാഹുവിന്റെ കൈ കൊണ്ട് 10 രൂപ ഇറച്ചി തൂക്കിക്കാം, പോവാ അവിടുന്ന് കളി. കണ്ടോ, അദ്ദേഹത്തിന് ആ ഒരു രൂക്ഷമായ വിമർശനമാണ്. ഇത് നമ്മളെ കുറിച്ചല്ലാന്ന് ഉറപ്പാണല്ലോ. കുത്തുബിയത്ത് ചെല്ലുന്ന അതിന് മുന്നോടിയായി ക്ലാസ് എടുക്കുന്ന ആളുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നൊരു ഒരു ബേസ് കണ്ടോ, എല്ലാം അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ ഇതിന് മാത്രം എന്താ പ്രത്യേകിച്ച് പറയാൻ? സാധാരണ ചായ ചോദിക്കുന്നതും കടയിൽ പോയി സാധനം ചോദിക്കുന്നതും ഡോക്ടറോട് മരുന്ന് വാങ്ങുന്നതും ഒക്കെ അള്ളാഹിൻ്റെ കഴിവ് കൊണ്ടല്ലേ. പിന്നെ ഇതിന് മാത്രം അങ്ങനെ അള്ളാഹിൻ്റെ കഴിവ് കൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ അശ്അരി വീക്ഷണപ്രകാരം അത് അദ്ദേഹം പറഞ്ഞ ന്യായമാണ് എന്ന് പറയാം. കാരണം അശ്അരി വീക്ഷണപ്രകാരം ഇവിടെ ആർക്കും ഒരു കഴിവുമില്ല എന്നാണ്. ഒരു കഴിവും അള്ളാഹുവിൽ ആർക്കും കൊടുത്തിട്ടില്ല. കാറ്റിന് ഇര ഇളകുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ആർക്കും യാതൊരു കഴിവുമില്ല. മാത്രവുമല്ല, അവർ സാധാരണ പറയാറുണ്ട് തീയിന് കരിക്കാൻ കഴിവില്ല, കത്തിക്ക് മുറിക്കാൻ കഴിവില്ല. ഈ കഴിവുകളൊന്നും ഒന്നിനുമില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോൾ ആ കാര്യം അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാർക്ക് സാധാരണ കഴിവ്, അസാധാരണക്കാർക്ക് അസാധാരണ കഴിവൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നടക്കുകയാണ്. അല്ല, ആർക്കും ഒരു കഴിവുമില്ല എന്നാണ് അവർ സാധാരണ പറയാറുള്ളത്. അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം ഇത് ശരിയല്ല. അഹ്ലുസുന്ന യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞത് ഇസ്തിത്വാഅത്ത്, കഴിവ് എന്നുള്ളത് 2 തരമാണ് എന്നാണ്. ഇവിടെ മുർജിയാക്കൾ, മുഅ്തസിലിയാക്കൾ, ജബരികൾ, ജഹ്മികൾ, ഖദരികൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ പഴയ കാലങ്ങളിൽ ഒരു വലിയ വിവാദമുണ്ടാക്കിയ വിഷയമാണ് കഴിവ് എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ സമസ്ത പത്രം കൊണ്ടുവന്ന ഒരു വിഷയമൊന്നുമല്ല. മുഅ്തസിലിയാക്കൾ അതിൽ പുതിയ അസ്ൽ സ്വീകരിച്ചു, ജബരികൾ പുതിയ അസ്ൽ സ്വീകരിച്ചു, ഖദരികൾ പൂർണ്ണമായും മറുഭാഗം തെറ്റായ ഒരു ബേസ് സ്വീകരിച്ചു. അതിൻ്റെ ഇടയിലാണ് അഹ്ലുസുന്ന ആ കാലങ്ങൾ മുതൽ തന്നെ ഇത് ശരിയായ നിലപാട് പഠിപ്പിച്ചു പോകുന്നത്. അശ്അരി നിലപാട് പ്രകാരം അല്ലെങ്കിൽ മുഅ്തസിലി നിലപാട് പ്രകാരം, ജബരികളെയും ജഹ്മികളെയും നിലപാട് പ്രകാരം ആർക്കും യാതൊരു കഴിവുമില്ല എന്നാണ്. പിന്നെ അതിന് വിശദാംശങ്ങളിൽ അവർ തമ്മിൽ അഭിപ്രായങ്ങളുണ്ട് എന്ന് മാത്രം. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചു പോകുന്നത് അല്ലാഹു തആല നൽകുന്ന കഴിവുകൾ 2 തരമാണ്, 2 ഇസ്തിത്വാഅത്ത്. അതിൽ ഒന്ന് ഖബ്ലൽ ഫിഅൽ, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ച ചില വ്യവസ്ഥകൾ, സംവിധാനങ്ങൾ. സലാമത്തുൽ അസ്ബാബി വൽ ആലാത്ത് എന്ന് പറയും. അസ്ബാബുകൾ ഉണ്ടാവുക, അതേപോലെ ആലാത്തുകൾ, അതിന് വേണ്ട ഉപകരണങ്ങൾ, ക്രമീകരണങ്ങൾ അതെല്ലാം ക്ലിയറായി നിൽക്കുക, മവാനി തടസ്സങ്ങളില്ലാതിരിക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കും. സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ കാര്യകാരണ ബന്ധങ്ങൾ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നാൽ ആ കാര്യം നടക്കും. അതാണ് സാധാരണ നമ്മൾ പറയുന്ന കാര്യകാരണ ബന്ധം, ഭൗതികമായ മാർഗം എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ സലാമത്തുൽ അസ്ബാബി വൽ ആലാത്ത്, അസ്ബാബുകളും ആലാത്തുകളും എല്ലാം സുരക്ഷിതമായി ഒത്തിണങ്ങി വരിക. ഇതുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഖിതാബ്, അള്ളാഹുവിൻ്റെ കൽപ്പന അവന് ബാധകമാണ്.